ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചങ്ങായി വ്ലോഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മലയാളം പലഹാരപ്പൊതി എന്ന യൂണിറ്റിലെ തോൽക്കില്ല ഞാൻ എന്ന ഭാഗമാണ്. ഇതൊരു കവിതയാണ്. നമ്മൾ മുമ്പ് പഠിച്ച മുന്തിരിങ്ങ ഒരു റഷ്യൻ കഥയാണ്. ഭക്ഷണവും കുട്ടികളും വിഷയമാകുന്ന രചനകൾ നമ്മുടെ ഭാഷയിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് നൽകാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. 3ാം ക്ലാസ്സിലേക്ക് ആവശ്യമായ മറ്റുള്ള വീഡിയോസ് എല്ലാം സ്റ്റാൻഡേർഡ് 3 2024 എന്ന പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒരു കവിത വായിക്കൂ. തോൽക്കില്ല ഞാൻ. മേരിയോടന്നും ചോദിച്ചു ഞങ്ങൾ, പേരെന്താ കുട്ടി? പേരൊക്കെയത്രേ. നാണം കെട്ടു മടങ്ങില്ല ഞങ്ങൾ, നാടെന്താ കുട്ടി? നാരങ്ങയത്രേ. പട്ടുകൂമ്പാളക്കോണാമുടുത്തു പ്ലാവിലപ്പൊൻ കിരീടവും വച്ചു, പയ്യെ പയ്യെ ആ തെങ്ങിൻ മടലിൻ പൈക്കിടാവിനെ ആട്ടിത്തെളിച്ചു. നാരങ്ങ എന്ന വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചുറാണി വരുമ്പോൾ, തൻ കരത്താൽ മുഖം മറച്ചെൻ്റെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും. അക്കിനാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നങ്ങു വാരിയെടുക്കും. ചുറ്റുമെത്തുന്ന ഞങ്ങളും ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും. മാമോനിന്നെന്തു കൂട്ടി നീ പെണ്ണെ? മീമി ചുട്ടതാണമ്മച്ചി തന്നേ. കള്ളി നീ അതിലെന്തൊക്കെ തിന്നു? മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു. കണ്ണ് രണ്ടും വയറ്റിൽ മുളച്ച് വൻമരങ്ങളായി വന്നാലോ പെണ്ണേ, മാന്തളിനൊറ്റ കണ്ണല്ലേയുള്ളൂ, മാറി നിന്നവൾ കൊഞ്ഞനം കാട്ടും. എന്ത് രസമാണല്ലേ ഈ കവിത. കുട്ടികൾക്ക് പറ്റിയ ഒരു കവിതയാണ്. ഇത് എഴുതിയിരിക്കുന്നത് KC ഫ്രാൻസിസ്. പുതിയ മനുഷ്യൻ എന്ന കൃതിയിലേതാണ് ഈ കവിത. ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത വാക്കുകളുടെ അർത്ഥം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കൂമ്പാള, കൂമ്പാള എന്നതിൽ പറയുന്നുണ്ട് പട്ടുകൂമ്പാള കോണാമുടുത്തു. പട്ടുകൂമ്പാള കോണാമെടുത്തു എന്ന് പറഞ്ഞാൽ, പട്ട് എന്ന് പറയുന്നത് പട്ടല്ലേ, നമ്മൾ ഏറ്റവും നല്ലൊരു വസ്ത്രം. അപ്പോൾ പട്ടുകൂമ്പാള കോണം, കവുങ്ങിൻ്റെ പൂക്കുലയെ പൊതിഞ്ഞു നിൽക്കുന്ന ഇളം മഞ്ഞ പോള, അതാണ് ഈ കൂമ്പാള. കോണം എന്ന് പറഞ്ഞാൽ കോണകം. കോണകം എന്ന വസ്ത്രം ഇപ്പോൾ ആരും അങ്ങനെ ഉടുക്കാറില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും അത് പരിചയം ഉണ്ടാവില്ല. നമ്മൾ ജട്ടി അണ്ടർവെയറൊക്കെ ഇടുന്നതിന് പകരം പണ്ട് കാലത്തെ ആളുകൾ ഉടുത്തിരുന്ന വസ്ത്രമാണ് കോണകം. മനസ്സിലായില്ലേ? പയ്യെ പയ്യെ എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ. മടൽ, മടൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? ഈ തെങ്ങിൻ്റെ പട്ടയുടെ ഏറ്റവും അറ്റത്തുള്ള ഭാഗം, തുടക്കത്തിലുള്ള ആ ഭാഗം, അതിനെ കണ്ടാൽ ഒരു പശുക്കുട്ടിയുടെ പോലെ ആക്കാനൊക്കെ പറ്റുന്ന ഒരു സംഭവമാണ്. അതിനാണ് നമ്മൾ മടൽ. ആ മടൽ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ വീട്ടുകാരോട് കാണിച്ചു തരാൻ പറയണം. അത് വെട്ടിച്ചെത്തി ഉണ്ടാക്കുന്ന പൈക്കിടാവാണ്. പൈക്കിടാവ് എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി. വിശ്വപ്രസിദ്ധം, അതായത് ലോകത്താകെ അറിയപ്പെടുന്നത്. വിശ്വപ്രസിദ്ധം എന്ന് പറഞ്ഞാൽ ലോകത്താകെ അറിയപ്പെടുന്നത്. വിശ്വപ്രസിദ്ധ നാട്ടിലെ കൊച്ചുറാണി വരുമ്പോൾ എന്നാണ്. വിശ്വപ്രസിദ്ധം എന്ന് പറഞ്ഞാൽ നാരങ്ങ എന്നാണല്ലോ കുട്ടി നാടിൻ്റെ പേര് പറഞ്ഞത്. നാരങ്ങ എന്ന ആ നാട്, വിശ്വപ്രസിദ്ധമായ ആ നാട്ടിലെ കൊച്ചുറാണിയാണ് നമ്മുടെ ഈ കുട്ടി മേരി. അത് വരുമ്പോൾ തൻ കരത്താൽ, കരം എന്ന് പറഞ്ഞാൽ കയ്യ്, തൻ കരത്താൽ മുഖം മറച്ചെൻ്റെ അപ്പച്ചൻ പോലും പൊട്ടിച്ചിരിക്കും. ഇങ്ങനെയുള്ള വേഷമൊക്കെ കെട്ടി പ്ലാവില തൊപ്പി വെച്ച് പട്ടുകൂമ്പാള കോണമെടുത്ത് നമ്മുടെ മേരി തെങ്ങിൻ മടൽ കൊണ്ടുണ്ടാക്കിയ പൈക്കിടാവിനെ ആട്ടിത്തെളിച്ചുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ അപ്പച്ചൻ പോലും മുഖം പൊത്തി ചിരിക്കും. കിനാവ്, ആ കിനാവിനെ കാണുമ്പോഴെല്ലാം അമ്മ ചെന്നങ്ങു വാരിയെടുക്കും. കിനാവ് എന്ന് പറഞ്ഞാൽ സ്വപ്നം. ആ സ്വപ്നം, അമ്മയുടെ അച്ഛൻ്റെ സ്വപ്നമാണ് മക്കളൊക്കെ അല്ലേ. ആ മക്കളെ കാണുമ്പോൾ അമ്മ വേഗം വാരിയെടുക്കും.
ചുറ്റുമെത്തുന്ന ഞങ്ങളും ഓരോ വർത്തമാനങ്ങൾ ചോദിച്ചിരിക്കും. എല്ലാവരും മേരിയോട് ഓരോരോ വർത്തമാനങ്ങൾ ചോദിക്കും. അങ്ങനെ മേരിയോട് ചോദിച്ച ചോദ്യം എന്താണ്? മാമൂനിന്നെന്തു കൂട്ടി നീ പെണ്ണേ? മാമു എന്ന് പറഞ്ഞാൽ ചോറ് അല്ലേ? ചോറ് കൊടുക്കുമ്പോൾ നീ എന്താണ് കൂട്ടിയത്? ചോറിന് എന്താണ് കൂട്ടാൻ? മീമി ചുട്ടതാണ് അമ്മച്ചി തന്നേ. അമ്മ കൊടുത്തത് എന്താണ്? മീമി. മീമി പറഞ്ഞാൽ മീൻ ചുട്ടത്. മീൻ ചുട്ടത് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? പണ്ടൊക്കെ മീൻ ചുട്ട് കഴിക്കുമായിരുന്നു. അപ്പോൾ ആ മീമി ചുട്ടതാണ് അമ്മച്ചി കൊടുത്തതെന്ന് പറഞ്ഞു മേരി. അപ്പോൾ ആൾക്കാർ ചോദിക്കുകയാണ്, നമ്മൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്? കള്ളി, നീ അതിൽ എന്തൊക്കെ തിന്നു എന്ന്. ആ മീനിൽ നീ എന്തൊക്കെയാണ് തിന്നത്? തല തിന്നോ, വാല് തിന്നോ, അതിൻ്റെ ഇറച്ചി തിന്നോ ഒക്കെ ചോദിക്കുകയാണ്. അപ്പം മേരി എന്താ പറയണത്? മുള്ളു മാത്രം ഞാൻ തുപ്പിക്കളഞ്ഞു. മുള്ളല്ലാത്തതൊക്കെ ഞാൻ തിന്നു, മുള്ളു മാത്രമാണ് തുപ്പിക്കളഞ്ഞത്. അപ്പോൾ എന്താണ്? മേരിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയാണ്, കണ്ണു രണ്ടും വയറ്റിൽ മുളച്ച്. ഈ മീനിൻ്റെ 2 കണ്ണും നിൻ്റെ വയറ്റിൽ മുളയ്ക്കും. എന്നിട്ടോ വൻമരങ്ങളായി വന്നാലോ പെണ്ണേ? വലിയ മരങ്ങളായിട്ട് വന്നാലോ? ഈ കണ്ണൊക്കെ 2 കണ്ണും മുളച്ചിട്ട്. അപ്പം മേരി എന്താണ് അവരോട് പറയുന്നത്? മാന്തളിന് ഒറ്റ കണ്ണല്ലേ ഉള്ളൂ. മാന്തളിന് 2 കണ്ണൊന്നും ഇല്ലല്ലോ, മാന്തളിന് ഒറ്റ കണ്ണല്ലേ ഉള്ളൂ അന്നും പറഞ്ഞ് അവൾ മാറി നിന്ന് കൊഞ്ഞനം കാട്ടും. കൊഞ്ഞനം കാട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചുണ്ടുകൊണ്ടും ചിറികൊണ്ടും ഒക്കെ കാണിക്കുന്ന ഒരു ഗോഷ്ഠിയാണ് കൊഞ്ഞനം അല്ലേ? അപ്പോൾ ഈ മേരി മിടുക്കിയാണ്. ആരെന്ത് പറഞ്ഞാലും അവൾക്ക് അതിനുള്ള ഉത്തരമുണ്ട്, മറുപടിയുണ്ട് അല്ലേ? അവൾ അങ്ങനെയൊന്നും പേടിക്കുകയുമില്ല. ഇനി നമുക്കിതിലെ പ്രവർത്തനങ്ങൾ നോക്കിയാലോ? നാരങ്ങ നാട്ടിലെ കൊച്ചു റാണിയുടെ ചിത്രം കണ്ടില്ലേ? കവിത വായിച്ചപ്പോൾ മനസ്സിൽ തെളിഞ്ഞ കൊച്ചു റാണിയുടെ ചിത്രം വരയ്ക്കൂ. ഏകദേശം ഇതുപോലെ ഒരു ചിത്രം നിങ്ങൾക്കും വരയ്ക്കാൻ പറ്റിയിട്ടുണ്ടാവും അല്ലേ? പ്ലാവില തൊപ്പിയൊക്കെ വെച്ച് പട്ടുകൂമ്പാള കോണമെടുത്ത് ഒരു മടല കൊണ്ടുണ്ടാക്കിയ പശുക്കുട്ടിയെ പിടിച്ച് നിൽക്കുന്ന ഒരു ചിത്രം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ചിത്രത്തിലെ കൊച്ചുറാണിയുടെയും കവിതയിലെ കൊച്ചുറാണിയുടെയും വേഷവിധാനങ്ങൾ തമ്മിൽ എന്തെല്ലാം വ്യത്യാസമുണ്ട്? നല്ല വ്യത്യാസമുണ്ട് അല്ലേ? ചിത്രത്തിലെ കൊച്ചുറാണി ഒരു കല്യാണ പെണ്ണിനെ പോലെയാണ് വേഷമിട്ടിരിക്കുന്നത്. കവിത വായിച്ചപ്പോൾ കൊച്ചുറാണി കൂമ്പാളക്കോണമെടുത്ത് തലയിൽ പ്ലാവില കിരീടം വെച്ച് തെങ്ങിൻ മടൽ കൊണ്ടുണ്ടാക്കിയ പശുക്കുട്ടിയെയും വലിച്ചു നടക്കുന്ന ഒരു കുസൃതി കുടുക്കയാണ്. അടുത്ത ചോദ്യം നോക്കൂ. മുന്തിരിങ്ങ തിന്ന വാന്യയും മാന്തൾ തിന്ന മേരിയും കുടുങ്ങിപ്പോയ സന്ദർഭത്തിൽ നിന്നും രക്ഷപ്പെട്ടത് എങ്ങനെ? രക്ഷപ്പെട്ട മാർഗങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ടോ? ചർച്ച ചെയ്യൂ. ചർച്ച ചെയ്യാൻ നമുക്ക് വ്യത്യാസമുണ്ട് അല്ലേ? ആരും കാണാതെ മുന്തിരിങ്ങ എടുത്തു തിന്നു വാന്യ. അമ്മ ചോദിച്ചപ്പോൾ താൻ എടുത്തിട്ടില്ല എന്ന് കള്ളം പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അച്ഛൻ കള്ളം കണ്ടുപിടിച്ചപ്പോൾ വാന്യ കരഞ്ഞുപോയി. എന്നാൽ മേരിയോ? മാന്തളിൻ്റെ കണ്ണുകൾ 2 വയറ്റിൽ മുളച്ച് വൻമരമാകുമെന്ന് പറഞ്ഞ് കൂട്ടുകാർ പേടിപ്പിച്ചപ്പോൾ അതൊരു തമാശയായി എടുത്ത് മാന്തളിന് ഒറ്റ കണ്ണേ ഉള്ളൂ എന്ന് പറഞ്ഞ് കൊഞ്ഞനം കാട്ടി. വാന്യയേക്കാൾ സമർത്ഥയാണ് മേരി. വാന്യയുടെ പ്രശ്നം പരിഹരിച്ചത് അച്ഛനാണ്. മേരിയോടുള്ള ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കുന്നതും സന്ദർഭത്തെ മറികടക്കുന്നതും അവൾ തന്നെയാണ്. എല്ലാവർക്കും കവിതയും കവിതയുടെ ആശയവും എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.